ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. യെസ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നീ പറഞ്ഞ പോലെ വേറെ നമ്മുടെ ഫ്രണ്ട്സായ മിഥുനോ വാഫോ നമ്മുടെ കൂടെ ഇല്ല. ഇറ്റ്സ് ലൈക്ക് എ ഇൻഡിവിജ്വൽ ഗെയിം. സോ വി ആർ ജസ്റ്റ് പ്ലാനിങ് വെച്ചാൽ ഇന്ന് എന്താണ് ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക നമുക്ക് നോക്കി. ഇപ്പോൾ എന്തെങ്കിലും മറ്റേ നറൂട്ടോൻ്റെ ഒക്കെ ഇതൊക്കെയാണല്ലോ, കാലമാണല്ലോ. ഇവരിപ്പോൾ നമ്മൾ ഫ്രീ ഫയറൊക്കെ ആയിട്ട് കമ്പയിൻ ചെയ്തൊക്കെ ഓരോരോന്ന് ഇറക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഇത് കളിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെയുണ്ട് പുതിയ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ, നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്നൊക്കെ അറിയണമല്ലോ. നമ്മൾ കൂടുതൽ ഇതിൽ ഇതായിട്ടല്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും എന്താ പറയുക, കീപ് സപ്പോർട്ടിങ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പലരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. ഇത് ജസ്റ്റ് ഒരു ഹെൽപ്പായിരിക്കും. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ പുതിയ പുതിയ വീഡിയോകളും അതിനൊപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, അപ്ഡേഷൻസും വരും. അപ്പോൾ എന്തായാലും മെല്ലെ നമുക്ക് കളി മെല്ലെ സ്റ്റാർട്ട് ചെയ്യാറായി ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ പ്ലെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങേണ്ട സ്ഥലം നമുക്ക് ഒന്നും നോക്കിയില്ല, ജസ്റ്റ് കിട്ടിയ സ്ഥലത്ത് കണ്ട് ഇറങ്ങാമെന്നുള്ള പ്ലാനിൽ ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ നോക്കുക. കാരണം ഇപ്പോൾ നമുക്ക് വേറെ ആരും മൈൻഡ് ചെയ്യേണ്ട കാര്യം, നോക്കേണ്ട കാര്യമില്ല. വേറെ നമുക്ക് ടീംമേറ്റ്സ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ മാത്രം അവരുടെ കാര്യമൊക്കെ നോക്കിയത്. അവിടെ ഒരു ക്രൂരമായ മൃഗം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഒന്നും ബിൽഡിങ്സ് ഇല്ലല്ലോ, പെട്ടല്ലോ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവിടെ പോയിട്ട് തന്നെ നമുക്ക് ആദ്യം കളക്ട് ചെയ്യാൻ പറ്റുന്ന ഫാക്ടറിയുടെ അടുത്താണ് കാര്യങ്ങളൊക്കെ നമുക്ക് കളക്ട് ചെയ്യാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. മാക്സിമം ഗണ്ണും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നറൂട്ടോൻ്റെ ഒരു പുതിയ ടൂളും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. സെറ്റാണ്. പക്ഷെ നമുക്ക് അത് വെച്ചിട്ടൊക്കെ ജീവിക്കാൻ പറ്റുമോ അറിയില്ല, ഇതിൽ സർവൈവ് ചെയ്യാൻ പറ്റുമോ അറിയില്ല. അപ്പോൾ നമുക്ക് മാക്സിമം ഗണ്ണും കാര്യങ്ങളൊക്കെ കളക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതിലൊരു ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. അതന്നെ വലിയ കാര്യം. വേറെ നമുക്ക് പറ്റിയൊരു ഗണ്ണ്, ഇത് സ്നൈപ്പർ പർപ്പസിന് പറ്റിയ ഗണ്ണാണ്. അതല്ലാണ്ട് ഒരു ഗണ്ണ് വേറെ കിട്ടി ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും നമുക്ക് നമ്മുടെ എനിമീസിനെയും അത് വേറെ ഗണ്ണിന് വേറെ കിട്ടുമെന്നൊക്കെ നമുക്ക് തപ്പി നടക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഒരാളേ ഉള്ളൂ, നമുക്ക് ഇനി രക്ഷിക്കാൻ ഹെൽപ്പ് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല ഗൈസ്. അതൊരു പ്രശ്നമാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് തന്നെ മാക്സിമം അടിച്ചിടാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കി നോക്കാം. എന്തായാലും കളി വാറായിട്ട് തന്നെ കളിക്കണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇവിടെ എനിമീസിൽ നിന്ന് കാണുന്നത് ചാടി കിടക്കാൻ പണിയാണ്. അപ്പോൾ നമുക്ക് അകത്തുകൂടെ തന്നെ കയറി നമുക്ക് ഇതിൻ്റെ ഉള്ള ലൂട്ട്സൊക്കെ കളക്ട് ചെയ്തെടുക്കാൻ കഴിച്ചു. ഇവിടെ പ്രത്യേകിച്ച് ഒരു ഹെൽമെറ്റ് ഉണ്ട്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും ഈ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടൊക്കെ നോക്കാം. ആരോ വരുന്നുണ്ടോ ഒരു ഫീലിംഗ്. അപ്പോൾ നമുക്ക് എന്തായാലും വീണ്ടും നമ്മൾ കളക്ഷൻ പരിപാടികളൊക്കെ അവിടെ നടക്കട്ടെ. അതുകൊണ്ട് ആരോ ഉണ്ട്, ആരോ എവിടെയോ അടി പൊട്ടുന്നുണ്ട്. ഇതാവുന്നു നേരെ ഫ്രണ്ടിൽ കൊടുക്കും. മാക്സിമം അവരിക്കില്ല നമ്മൾ കൺഫേം ആക്കി കഴിഞ്ഞാൽ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ആരോ ഉണ്ടെന്ന് ഡൗട്ട്. ഇനി ഒരുത്തിനും കൂടി ഉണ്ട് ഗൈസ്, അവിടെ അടി പൊട്ടുന്നുണ്ട്. നമുക്കിങ്ങനെ നോക്കിയിട്ട് എവിടെയെങ്കിലും കാണുന്നുണ്ടോ നമുക്ക് നോക്കാം. എവിടെയും പക്ഷെ കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അടിയെ പോയിട്ട് അവനെ അടിച്ചിട്ട് കില്ല് കൺഫേം ആക്കാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ചാടിയത്. അത് അബദ്ധമാവുമോ എന്ന് എനിക്കൊരു പേടിയുണ്ട് ഗൈസ്. നമുക്കെന്തായാലും ആ എനിമിയെ പിടിയാൻ നമുക്ക് തപ്പാം. വീടിൻ്റെ അകത്തൊന്നും കാണുന്നില്ല. അവനെന്താ ചാടി ആത്മഹത്യ ചെയ്തു? അവരെ ചാടുന്ന പോലെ കാണിച്ച് മേലെ 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 വെച്ചാൽ ആ സമയത്താണ് വെടി വയ്ക്കാനും പറ്റിയില്ല, അവനെ കാണാനില്ല. അപ്പോൾ അവൻ്റെ കില്ല് കൺഫേം ആക്കി കഴിച്ചു. പിന്നെ അല്ല, നമ്മളവനെ വെറുതെ വിടുമെന്ന് വിചാരിച്ചോ ഗൈസ്? നിഹി. അപ്പോൾ അവൻ്റെ കില്ല് നമുക്ക് എന്തായാലും കൺഫേം ആക്കിയിട്ടുണ്ട്. അപ്പോൾ 2 കില്ല് ഇതേ സമയം നമുക്ക് അടിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഗണ്ണ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഇനി അടുത്ത എനിമീസൊക്കെ ഇവിടെ അടുത്ത് ഞാൻ ഉണ്ടാകുന്ന സാധ്യതയുണ്ട്. മാക്സിമം നോക്കിയിട്ട് തന്നെ പോകാം, പിന്നെ സ്കോപ്പ് ചെയ്ത് മാക്സിമം നോക്കാം. ഇപ്പം ഇവിടെ അടുത്തും ആരെയും കാണുന്നില്ല. അതോർത്തനും പോലും വന്നിട്ട് കിട്ടായി. ഇതെന്തത് എല്ലാ എനിമീസും എന്നെ തപ്പിയിട്ട് വരികയാണോ? ഇപ്പം 3 കിട്ടിയല്ലോ. എന്തോ ഭാഗ്യത്തിന് നേരത്തെ ഞാൻ കണ്ടതുകൊണ്ട് അടിച്ചിടാൻ പറ്റുന്നു, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കില്ല ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 3 കില്ല് കിട്ടി, അതിൽ നമ്മൾ ഹാപ്പിയാണ് ഗൈസ്. ഇനി അടുത്തുള്ള ആൾക്കാർ ഇനി എവിടെയാണാവോ? ഇവിടെ എവിടെയും കാണുന്നില്ല ഗൈസ്. നമുക്കിങ്ങനെ മെല്ലെ ഓടി 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 നമുക്ക് ഓരോരോ സ്ഥലം കോൺക്രീറ്റ് ചെയ്ത് പൊക്കോണ്ടേയിരിക്കാം. അതിന് പറഞ്ഞില്ല അപ്പോഴേക്ക് വേണ്ടി ഇതാരാണ് തരാൻ നിങ്ങൾക്കുള്ള പറഞ്ഞില്ല. അപ്പോൾ അവൻ്റെ കില്ലും നമ്മൾ കൺഫേം ആക്കിയിരിക്കുകയാണ് ഗൈസ്. പാവം വെറുതെ എന്നെ ഞോണ്ടി വിളിച്ചതാണ്, ഒറ്റ ബുള്ളറ്റ് തന്നിട്ട്. അപ്പോൾ അണ്ണാക്കി ബുള്ളറ്റ് കയറിയപ്പോൾ ഒരു സുഖം കിട്ടിയില്ല. അല്ല പിന്നെ അതിൻ്റെ അട്ടക്ക് ഈ മൃഗം ഒരു കാര്യമില്ല ഗൈസ്, വെറുതെ കിടന്നിട്ട് അവിടെ ബഹളം വയ്ക്കുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്കിനി ഈ കുറ്റിയും കൊടച്ചക്കറൊക്കെ മേത്ത് കയറിയല്ലോ ഇതിലോട്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ലൈഫൊന്ന് കയറ്റിയിട്ടൊന്ന് ഫുള്ളാക്കിയിട്ട് നമുക്കിനി ഇവിടുന്ന് മെല്ലെ മൂവ് ചെയ്യാം. ഈ പെണ്ണിൻ്റെ വല്ലതും ഉണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ട് കേട്ടോ.
ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇവിടെ നിൽക്കണ്ട, ഇവിടെ നമുക്കിനി മെല്ലെ പോകാം. മേലെ ഇല്ല, മേലെ ഇല്ല. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് മെല്ലെ പോവാം. ഒന്ന് സ്കോപ്പ് ചെയ്ത് നോക്കി നോക്കാം, ആരെങ്കിലും അവിടെ ക്ലോക്ക് ടവറിൻ്റെ അവിടെയോ. നമ്മളങ്ങ് പോണ സമയത്തും കടി കിട്ടരുതല്ലോ. ഫോർ എ സേഫ്റ്റി പർപ്പസാണ് ഞാൻ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആരെയും പക്ഷെ പ്രത്യേകിച്ച് കാണുന്നില്ല, ഇവിടെ ആരെയും ഇല്ലല്ലോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും എല്ലാം കയറി ചെന്ന് അടിക്കാനുള്ള പരിപാടി നോക്കാം ഗൈസ്. ഇനി പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 16 പേരാണ്. നമ്മളും കൂടി കുറയ്ക്കുകയാണെങ്കിൽ 15 പേര്. ഈ 15 പേര് എനിമീസിനെ കൂടി നമുക്കിനി ഒഴിവാക്കേണ്ടതുണ്ടല്ലോ ഗൈസ്. നമുക്ക് പോയി അടിക്കാൻ. നമുക്കിനി ഇവിടുന്ന് മെല്ലെ സ്കിപ്പ് ചെയ്ത് മേലെ കയറി പോകാം ഗൈസ്. നമുക്കെന്തായാലും ആ ഒരു ഭാഗത്ത് ഫാക്ടറിയുടെ ഭാഗത്തേക്കാണ് എന്തായാലും ഇനി കളി പോകാൻ പോകുന്നത്. പക്ഷെ നമുക്കിനി മെല്ലെ സേഫായിട്ട് പോയില്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യത നല്ല രീതിയിലുണ്ട്. നമുക്കെന്തായാലും മെല്ലെ ഇവിടെ നോക്കാം. ഇവിടെ എനിമീസിനൊന്നും കാണുന്നില്ല നമുക്ക്. പക്ഷെ എന്തായാലും റിസ്ക് എടുക്കാൻ മതി. പിന്നെ സോണും നമുക്കൊരു ഇഷ്യൂ ആണ്. വെറുതെ സോണ് നോക്കാണ്ട് പോയിട്ടും നോക്കി കാര്യമൊന്നുമില്ല. നമുക്ക് എന്തായാലും ഇവിടെ നമുക്ക് നോക്കാം. ഇത് ഫാക്ടറി നമുക്ക് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലയിടത്തും ഓരോരുത്തർമാർ നമുക്ക് അറിയാത്ത സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നുണ്ടാവും. അതാണ് പ്രശ്നം. എവിടെ നിന്നൊക്കെയാണ് അടി വരാമെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടി വരും കേസ്. നമുക്ക് എന്തായാലും മാക്സിമം കൊടുക്കാറുണ്ടോ നമുക്ക് നോക്കിയിട്ട് മെല്ലെ ചെക്കൗട്ട് ചെയ്ത് ഉള്ളുകൂടെ തന്നെ നമുക്ക് മെല്ലെ പോകാം. അതായിരിക്കും കമ്പാരിറ്റീവ്ലി ബെറ്റർ. പക്ഷെ ഇവിടെ ആരെയും കാണുന്നൊന്നുമില്ല. നമുക്ക് ഇവിടെ നിന്നിട്ട് സോണിൻ്റെ പുറത്താണ്. നമ്മളൊന്നും നോക്കാണ്ടിരുന്നാലും പണിയാണ് കേസ്. അപ്പം നമുക്ക് ഉള്ളുകൂടെ തന്നെ പോയിട്ട് ഇവിടെ എനിമീസ് വല്ലവരുണ്ടോ നോക്കുകയാണെങ്കിൽ മാക്സിമം അടിച്ചിട്ടാണ് നോക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 13 പേരും കൂടിയാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ 13 പേര് ഒരാൾ നമ്മളാണ്. അപ്പോൾ ബാക്കി 12 പേര് നമുക്ക് ഇതിനെ അടിക്കണമെന്നാണ് ഗൈസ് നമ്മുടെ ആഗ്രഹം. പക്ഷേ നെവർ എവർ ഇറ്റ് ക്യാൻ ബി ഹാപ്പൻ റൈറ്റ് എനിക്ക് തോന്നുന്നു. പക്ഷേ എന്തായാലും നമുക്ക് വി വിൽ ജസ്റ്റ് ഹോപ്പ് ഫോർ എ ബെറ്റർ വൺ. അപ്പോൾ ഇവിടെ എനിമീസിനെ മാരെയും നമ്മൾ കാണുന്നില്ല. ഇനിയിപ്പോൾ ഒന്നും നോക്കുന്നുണ്ട് കാര്യമില്ല. ഇനി ഓൾമോസ്റ്റ് ഒരു 12 പേര്, ഇപ്പോൾ നമ്മളടക്കം 13 പേര്. അപ്പോൾ ഇനി മാക്സിമം അടിച്ചിടാം, സോണിൽ നിൽക്കാം എന്നുള്ള രീതിയിലാണ് നോക്കിയിട്ടില്ല. നമുക്കിനി അകലെ നിന്നൊക്കെ നോക്കുമ്പോൾ എനിമീസ് ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കി വെക്കാം. ആരെയും കാണുന്നില്ല. നമ്മളിപ്പോൾ ഗണ്ണും കാര്യങ്ങളൊക്കെ സെറ്റ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ബുള്ളറ്റ്സ് കുറവാണ്. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ലോഡ് ചെയ്തിട്ട് ഇനി മെല്ലെ ഓടാം. കവറില്ലാത്ത സ്ഥലത്തൂടെ പെട്ടെന്ന് ഓടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ലോങ്ങിന് അടി കിട്ടുമോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ട് ഗൈസ്. പക്ഷെ നോ പ്രോബ്സ്, വേറെ കിട്ടിയിട്ടൊന്നുമില്ല. എന്തായാലും നമുക്ക് എന്തായാലും നൈസായിട്ട് ഓടിക്കേറി നമുക്ക് വലിയ എനിമീസൊക്കെ എവിടെയെങ്കിലൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് തപ്പാം. ഈ വീടിൻ്റെ അകത്ത് നമ്മൾ വന്നിട്ടുള്ളതായിരുന്നു. നമുക്ക് പിന്നെ ലൂട്ട്സും പരമാവധി കളക്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ മാക്സിമം പോകാൻ നോക്കുന്നത്. ആരെയും നമുക്ക് കാണുന്നില്ല. നമുക്ക് എന്തായാലും മാക്സിമം എവിടേക്ക് എനിമീസ് ഉള്ളത് നമുക്ക് വാച്ച് ഔട്ട് ചെയ്തിട്ട് പോവാം. ഇതിനിടയ്ക്ക് ഒരാളും കൂടി ഡെഡായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഇനിയിപ്പോൾ 11 പേരെയും നമുക്ക് നോക്കാം എവിടെയാണ് എന്തൊക്കെയാണ് ആൾക്കാരിരിക്കണേന്ന് നമുക്കൊരു പിടുത്തില്ല. നമ്മൾ ഓടുന്ന സ്ഥലത്തൊക്കെ മാക്സിമം ആൾക്കാരുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്കിപ്പോൾ ഇവിടെയും ആരെയും ഉള്ളതായിട്ട് കാണാനും ഫീലും ഇല്ല. നമുക്ക് എന്തായാലും ഇവിടുന്ന് വാച്ച് ഔട്ട് ചെയ്യാം. ആരെങ്കിലൊക്കെ ഉണ്ടോ, ഒരുത്തൻ എന്തോ ഇത് ഫീലുണ്ടല്ലോ. നമുക്കെന്തായാലും നോക്കി നോക്കാം, ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നോക്കാം. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. നമുക്കെന്തായാലും ഇവിടെ ഇനി മെല്ലെ വെയിറ്റ് ചെയ്യാം. എനിമീസ് ആരെങ്കിലും ഇതാ ഒരുത്തൻ വരുന്നുണ്ട്, പറഞ്ഞ് തീർന്നില്ല. അതാ ഒരുത്തൻ വന്നിട്ടുണ്ട്. നമുക്കെന്തായാലും അവൻ്റെ കില്ല് കൺഫേം ആക്കാം. അവിടെ പോയി അത് കൂടുതൽ അവൻ്റെ മാക്സിമം അവൻ്റെ കില്ല് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരുത്തൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവരുടെ കാര്യം കൂടി നമുക്ക് തീരുമാനമാക്കണം. ഇനി ആരെങ്കിലും ഉണ്ടോ ഗൈസ്? ഞാനിവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്കൊരു ചെറിയ ലൈഫ് കുറഞ്ഞിട്ട് ഒരുത്തം വരുന്നു. അപ്പോൾ അവനുള്ള പണി നമ്മൾ കൊടുത്തിരിക്കണം ഗൈസ് മാക്സിമം. നമ്മൾ ഫോണേക്കാൻ മുന്നേ അവൻ അടിച്ചിട്ടുള്ള പരിപാടി നോക്കിയോട്ടെ. അപ്പോൾ അവൻ്റെ വണ്ടിയിൽ മാക്സിമം വണ്ടി വെച്ചിട്ട് പൊട്ടിക്കാമെന്നായിരുന്നു. നമുക്ക് ലാക്ക് ഓഫ് ബുള്ളറ്റ്സിൻ്റെ കുറവുണ്ട് ഗൈസ്. മാക്സിമം അടിച്ചിട്ടുണ്ട്. നമ്മൾ ബുള്ളറ്റും കഴിഞ്ഞു പണ്ടാരടങ്ങാൻ. പക്ഷേ അപ്പോൾ എന്തായാലും അവനടിച്ചിടാൻ പറ്റുമോ നമുക്ക് നോക്കിയേക്കാം. സ്നൈപ്പറൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കയ്യിൽ ഫോർ എ സേഫ്റ്റി ഗൈസ്. അപ്പോൾ അവൻ പുറത്തന്നെ അവൻ ഇട്ട് പോകട്ട് വെറുതെ നമുക്ക് പണി വാങ്ങിച്ചിട്ട് കയറില്ല. കുറച്ചുകൊണ്ട് മാറി നിൽക്കാം. അവനവിടെ കാണുന്നില്ലല്ലോ ഗൈസ്. അത് എൻ്റെ ഇടയ്ക്ക് എടുത്ത് കൊടുത്തു. അപ്പോൾ ഉള്ള കില്ല് നമ്മൾ എടുത്തിട്ടുണ്ട്. ഭാഗ്യം ഉള്ളിൽ നിന്ന് കുറച്ച് ബുള്ളറ്റ്സ് നമ്മുടെ കയറിയിട്ടുണ്ട്. നമ്മുടെ തീരെ ഉണ്ടായിരുന്നില്ല ബുള്ളറ്റ്സ്. അതെന്തായാലും ഇപ്പോൾ ലാഭമില്ല ഗൈസ്. അപ്പോൾ നമുക്കിനി വീണ്ടും നമ്മളിപ്പോൾ ഈ എനിമീനെ കില്ല് ചെയ്യണം ഗൈസ്. അവിടെ ഇതാ അങ്ങോട്ട് ഓടിപ്പോകുന്നു. അവളുടെ കില്ല് കൺഫേം ആക്കണമല്ലോ. അപ്പോൾ എന്തായാലും മാക്സിമം നമുക്ക് അടിച്ചിട്ടാനുള്ള പരിപാടി നമുക്ക് നോക്കാം. ശരിക്കും അവൾ നേരെ ഫ്രണ്ടിലോട്ട് ഓടിയതാണ്. പക്ഷെ നമുക്ക്
എന്ത് ചെയ്യാം, ഇവിടെയും കാണുന്നില്ലല്ലോ. നേരെ അതിൻ്റെ പിന്നാലെ ഓടിയാൽ മതിയല്ലോ. അറിഞ്ഞു ആയിരത്തില്ല, അപ്പോൾ തന്നെ കിട്ടി, അന്തസ്സായി കിട്ടി. എൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് എന്താ ലൈഫ് വില്ലയാന്നോട്ടെ, അല്ലെങ്കിൽ എപ്പോഴും അടി വരികയെന്ന് അറിയില്ലല്ലോ. ലൈഫിൻ്റെ ഒരു ഷോർട്ടേജ് കാരണമാണ് ഗൈസ് നമ്മൾ വീണ് പോയത്. എന്നാലും ഇറ്റ്സ് ഓക്കെ. എന്തായാലും നമ്മൾ ഓൾമോസ്റ്റ് ഒരു 6ാമത്തെ ആൾ വരെ നമ്മൾ നിന്നു. എന്തായാലും മാക്സിമം നമ്മൾ കളിച്ചു കിട്ടും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ശരിക്കും ആദ്യത്തെ അതിന് പിന്നാലെ പോയിട്ട് അത് കില്ല് ചെയ്താൽ മതിയായിരുന്നു. നമ്മുടെ ഭാഗത്ത് നിന്നൊരു തെറ്റായിരുന്നു അത്. ഇറ്റ്സ് ഓക്കെ, എന്തായാലും കളിയല്ലേ. അപ്പോൾ എന്തായാലും അടുത്ത കളി കാണുന്നവർ ബൈ നമ്മൾ ഓൾമോസ്റ്റ് 6 കില്ലെടുത്തു. എന്തായാലും ഓക്കെ. അപ്പോൾ എന്തായാലും ഈ കളി കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. എന്തായാലും അടുത്ത കളി കാണുന്നവർ ബൈ ഗൈസ്. അപ്പോൾ കീപ് സപ്പോർട്ടിങ്. പലരും നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവർ ബൈ.